ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ കുറച്ചേറെ പേര് മെസ്സേജ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, പിമ്പിൾ വരുന്നു, പിമ്പിൾ വന്ന് പോയി കഴിഞ്ഞിട്ട് ആ ബ്ലാക്ക് മാർക്സ് അവിടെ കിടക്കുന്നു. ഈ രണ്ട് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ വിചാരിച്ചപ്പോൾ എനിക്കൊരു 1.5 മന്ത് മുന്നേ എനിക്ക് ഈ സെയിം പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. പിമ്പിൾ പെട്ടെന്ന് തന്നെ, എനിക്ക് അധികം പിമ്പിൾ വരാത്ത സ്കിന്നാണ്, പക്ഷെ ഈ ലോക്ക്ഡൗൺ ടൈം ആയപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് പിമ്പിൾസ് വന്നു, എനിക്കത് പോണില്ല. അപ്പം ഞാൻ യൂസ് ചെയ്ത ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ്ഫുൾ ആണ്. ഓയിലി സ്കിൻ ആണെങ്കിലും നോർമൽ സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഒട്ടും കഴിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാപ്സ്യൂൾ ആണ്. ഇതിപ്പോ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഇത് വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ്. എവിയോൺ 400 എന്നാണ് ഇതിന്റെ നെയിം. അപ്പം ഇത് വിറ്റാമിൻ ഇ ആണ്. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ആദ്യത്തെ മെത്തേഡ്. 2 സ്റ്റെപ്പ് വേണം കേട്ടോ. നമ്മുടെ ഈ ഇത് പൂർണ്ണമായിട്ട് ഇപ്പം മാർക്സും അങ്ങനെയെല്ലാം പോകാൻ വേണ്ടിയിട്ട് 2 സ്റ്റെപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂള് നിങ്ങൾ രാത്രിയിൽ പൊട്ടിച്ചതിന് ശേഷം ഏകദേശം 1 മതി കേട്ടോ ഒരു ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ പൊട്ടിച്ചതിന് ശേഷം ഇതിന്റെ ജെല്ല് കയ്യിലെടുക്കുക. ഇതിന്റെ ജെല്ല് കയ്യിലെടുത്തതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് നിങ്ങളുടെ സ്കിന്നിൽ ഫുള്ളായിട്ട് നിങ്ങളുടെ എവിടെയൊക്കെയാണോ, അതായത് എവിടെയൊക്കെയാണോ നിങ്ങളുടെ പിമ്പിൾ ഉള്ളത് അല്ലെങ്കിൽ മാർക്സ് ഉള്ളത് അവിടെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ഇങ്ങനെ വിടുക. നമുക്കൊരു 20 മിനിറ്റ് ഇങ്ങനെ കാണാം. 20 മിനിറ്റ്സ് നമ്മുടെ ഈ ജെല്ല് സ്കിന്നിൽ ഇരിക്കുമ്പോഴത്തേനും ആ സ്കിന്നിലേക്ക് നല്ലതുപോലെ അബ്സോർബ് ആവും കേട്ടോ. ആ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്കായിട്ട് സ്പെഷ്യൽ സിറം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിറമാണ് റെഡിയാക്കി എടുക്കുന്നത്. സിറത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ലെമൺ എടുത്തിട്ടുണ്ട്, റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്, ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്, അലോവേറ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ 3 ലെമണും കൂടി 3 മുറി ലെമണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ 3 മുറി ലെമണും എടുത്ത് പിഴിഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു 3 സ്പൂണോളം റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഗ്ലിസറിനാണ് കേട്ടോ. ഗ്ലിസറിനും നമ്മൾ ആ സ്പൂണിൽ 3 തവണ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. 3 സ്പൂൺ ഫുള്ള് വേണ്ട, ഒരു 3/4 ഭാഗത്തോളം വേണമെന്നെങ്കിൽ. കാരണം ഇത് ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് ഒരുപാട് ദിവസം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഫ്രിഡ്ജിലാണെങ്കിൽ ഏകദേശം ഒരു 5 ദിവസമാണ് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നമ്മളൊരു 1 ടീസ്പൂണോളം അലോവേറയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം കേട്ടോ. നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 ഡേ, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു 5 ഡേ വരെ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇത് എങ്ങനെ തേച്ചാലാണ് നമ്മുടെ പിമ്പിൾസിൻ്റെ മാർക്സൊക്കെ വരുന്നത് മാറുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ 20 മിനിറ്റ് വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂള് തേച്ചിട്ട് ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഒരു തുണിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂ അങ്ങനെ എന്തെങ്കിലും കുറച്ച് വെള്ളം നനച്ചതിന് ശേഷം നല്ലതുപോലെ തുടച്ചു കൊടുക്കുക. ആ നമ്മൾ തേച്ചെടുത്തത് ഫുള്ളും തുടച്ച് നിങ്ങളത് മാറ്റുക. എവിടേക്കാണോ പിമ്പിൾ ഉള്ളത് അവിടെ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ തുടച്ചു മാറ്റുകയാണ്. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റിയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സിറം നമ്മൾ നൈറ്റിൽ ഒരു കുറച്ച് കയ്യിലെടുത്തതിന് ശേഷം അത് ഫുള്ളായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ സിറം ഫുള്ളായിട്ട് തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കോളുക. അതിനുശേഷം പിറ്റേന്ന് എണീറ്റ് നിങ്ങൾ പയറുപൊടിയോ അല്ലെങ്കിൽ കടലപ്പൊടി അങ്ങനെ എന്തെങ്കിലും ഇട്ട് മുഖം കഴുകുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖം കഴുകുക. ഏതാണെങ്കിലും കുഴപ്പമില്ല. കുറച്ചുകൂടി നിങ്ങൾക്ക് എഫക്ട് ചെയ്യുന്നത് പയറുപൊടി, കടലപ്പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നിങ്ങളുടെ പിമ്പിൾസും അതുപോലെ തന്നെ മാർക്സും മാറി കിട്ടും. പൂർണ്ണമായിട്ട് മാർക്സ് കുറച്ച് ഡേയ്സ് എടുക്കും മാറാൻ. അപ്പോൾ ഒരു 2-3 വീക്സ് ഒക്കെ എടുക്കും മാർക്സ് മാറി വരാൻ. പിമ്പിൾസ് എന്തായാലും 1 വീക്ക് കൊണ്ട് തന്നെ മാറി കിട്ടും. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് റിസൾട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ
അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനി ആവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും, അപ്പം തന്നെ കാണാനും പറ്റുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.